ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് പുതിയ ഒരു കോമഡിയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല സംവാദത്തിന് ക്ഷണിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണ് സംവാദത്തിന് ക്ഷണിക്കുന്നത്. പക്ഷേ BJP തിരിച്ചു വച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയോട് സംവാദം നടത്താനും മാത്രം രാഹുൽ ഗാന്ധി ആരാണ്? രാഹുൽ ഗാന്ധി കേവലം ഒരു MP ആണ്. അതിനാൽ രാഹുൽ ഗാന്ധി ആരോടാണോ തോറ്റത് ആ ആളോട് ആദ്യം പോയി സംവാദം നടത്തട്ടെ, അതിനുശേഷം യോഗ്യനെന്ന് കണ്ടാൽ നമുക്കൊന്ന് ശ്രമിക്കാം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിരിക്കുന്ന ചിലർക്ക് തോന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ സംവാദത്തിന് വിളിക്കുന്നു, അങ്ങോട്ട് ചെന്നാൽ എന്ത്, അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കും. ശരിയാണ്, രാഹുൽ ഗാന്ധി ഏത് കുടുംബത്തിലെ വ്യക്തിയാണ് എന്ന് ഉള്ളിലെങ്കിലും ബോധം കൊണ്ടുനടക്കുന്നവർക്ക് മാത്രമാണ് രാഹുൽ ഗാന്ധി എന്തോ ആനയാണ്, ചേനയാണ്, കൂനയാണ് എന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫാമിലി, രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം, രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി പരിചയം ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ആരാണ് രാഹുൽ ഗാന്ധി എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. രാഹുൽ ഗാന്ധി കേവലം ഒരു MP മാത്രമാണ്. ഈ രാജ്യത്തെ എത്ര MP മാരുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓരോ ദിവസവും ഓരോ MP വന്നിട്ട് പ്രധാനമന്ത്രിയോട് സംവാദം നടത്താം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞ 5 വർഷവും പാർലമെൻറ്റിൽ അവസരമുണ്ടായിരുന്നു. എത്രയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില എന്ന് നോക്കുക. അവിടെ വെച്ചൊന്നും പറയാതെ പത്രക്കാരുടെ മുന്നിൽ, TV-കാരുടെ മുന്നിൽ വന്ന് ഡയലോഗ് അടിക്കുകയല്ല ചെയ്യേണ്ടത്. കേവലം ഒരു MP മാത്രമായിട്ടുള്ള ആൾ, അതും 2 മണ്ഡലത്തിൽ മത്സരിച്ച് 1 മണ്ഡലത്തിൽ പൊട്ടിയത്. യഥാർത്ഥത്തിൽ 50% മാത്രമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി MP ആയിട്ടിരിക്കുന്നത്. അതും വയനാട് പോലെ ഒരു സ്ഥലത്ത്. 5 വർഷം വയനാട് സന്ദർശിച്ചത് കേവലം 9 പ്രാവശ്യം മാത്രമാണ്. മാത്രമല്ല, ഒരു MP എന്ന നിലയിൽ അമ്പെ പരാജിതനും കൂടിയാണ് ഈ രാഹുൽ ഗാന്ധി. അല്ല എങ്കിൽ വയനാട്ടുകാർ പറയട്ടെ അയാൾ വിജയിച്ച ആളാണെന്ന്. രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ ജയിക്കുമായിരിക്കും, പക്ഷേ അതും അയാളുടെ പ്രവർത്തന മികവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയെ തിരിച്ച് BJP രാഹുൽ ഗാന്ധിയോട് പറയുന്നത് ആദ്യം സ്മൃതി ഇറാനിയായിട്ട് ഒന്ന് സംവാദം ചെയ്യൂ, അതിനുശേഷം നോക്കാമെന്നാണ് പറഞ്ഞത്. അത് വളരെയേറെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ എതിരാളി നരേന്ദ്രമോദിയല്ല, അതിനുള്ള വലിപ്പമൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പോലും തോറ്റ വ്യക്തിയാണ്. ചുരുങ്ങിയ പക്ഷം ഒരു സംവാദമെങ്കിലും നടത്തി സ്മൃതി ഇറാനിക്ക് ഒരു മേൽക്കൈ നേടിയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയെപ്പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ വെല്ലുവിളിച്ചാൽ അത് കേൾക്കുന്നവർക്കെങ്കിലും ഒരു രസമുണ്ട്. ചിലർ രാഹുൽ ഗാന്ധി എന്തോ രാജകുടുംബത്തിലെ വലിയ അപ്രമാദിത്വമുള്ള വ്യക്തിയാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നുകൊണ്ടുള്ള കുഴപ്പമാണ് ഇയാളെന്തോ സംഭവമാണ് എന്ന് ധരിക്കുന്നത്. ഒന്നോർക്കുക, അയാളുടെ പാർട്ടിയുടെ നേതാവ് പോലുമല്ല, പ്രതിപക്ഷ നേതാവല്ല, പാർട്ടിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറി പദത്തിലോ ഇരിക്കുന്ന വ്യക്തിയെയല്ല. അങ്ങനെ ആയിരുന്നു ഒരിക്കൽ. പക്ഷേ ആ സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെയെങ്കിൽ ഇവിടെ 543 MP-മാരും രാജ്യസഭാ MP-മാരും ഒക്കെയുണ്ട്. അവരെല്ലാവരും ഓരോ ദിവസം നിന്ന് ഞങ്ങൾക്ക് മോദിയോട് സംവദിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ എല്ലാ ദിവസവും പോലും തികയില്ല. അപ്പോൾ രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഞൊടുക്ക് വിദ്യകളല്ല ചെയ്യേണ്ടത്. നിഷ്കളങ്കരായിട്ടുള്ള കുറേ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിക്കും രാഹുൽ ഗാന്ധിയോട് പോയി നരേന്ദ്രമോദിക്ക് സംവദിച്ചാൽ എന്താണെന്ന്. ഇവരൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ ഗൗരവമായിട്ട് ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. നമുക്കറിയാം 2019 വയനാട്ടിൽ MP ആണ്. അതിനു മുമ്പ് 2014 അതിനു മുമ്പുള്ള 2009 അദ്ദേഹം അമേഠിയിലായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭയല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോദിയേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അതിനപ്പുറം ഏതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിട്ടില്ല, പ്രതിപക്ഷ നേതാവായിട്ട് മികച്ച പ്രവർത്തനം നടത്തിയിട്ടില്ല. നെഹ്റു കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നതായിരിക്കണമോ പ്രധാനമന്ത്രിയോട് സംവാദം നടത്താനുള്ള യോഗ്യത? ഒരിക്കലുമല്ല. അയാളുടെ പ്രവൃത്തിയിലാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് മിസ്റ്റർ പപ്പു, ഈ പപ്പു എന്ന് വിളിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ്. മിസ്റ്റർ പപ്പുവിനോട് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളത്, കുറഞ്ഞ പക്ഷം പപ്പുവിനെ കണ്ടം വഴി ഓടിച്ച ആ സ്മൃതി ഇറാനിയോടെങ്കിലും പോയി ഒന്ന് മുട്ടി നോക്ക്. ജയിക്കാൻ പറ്റുമോ, അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്ക്. അതിനുശേഷം പപ്പുവിനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയോടൊക്കെ വേണമെങ്കിൽ ഒന്ന് കൊമ്പ് കോർക്കാം. പക്ഷേ അതിനു മുമ്പും തെളിയിക്കേണ്ടതുണ്ട്. അത് പക്ഷേ പാർലമെൻറ്റിനാണ്, അല്ലാതെ പുറത്തിറങ്ങി വന്നിട്ട് പത്രക്കാരുടെ മുന്നിലല്ല. അത്ര തന്നെ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.